ചേച്ചീനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷ പ്രകടനങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ഓരോ തെരുവ് നായ്ക്കളെ കാണുന്ന സമയത്ത് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് എന്നെയും കൂടെ പേടിപ്പിക്കലാണ് അവളുടെ സ്ഥിരം പണി. ഇന്ന് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ താഴെ വെക്കാത്തത്. താഴെ വെച്ച് കഴിഞ്ഞിട്ട് അവറ്റുള്ള കൂടെ പോകും. അങ്ങനെ ചേച്ചീനെ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളുടെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ചേച്ചി അനിയത്തിയും കൂടെ പല കഥകളും അന്നത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു വരും കേട്ടോ. അങ്ങനെ ഓരോ ദിവസം രാവിലെ ആവുന്ന സമയത്ത് വൈകിട്ട് ആവുന്ന സമയത്തൊക്കെ ഞങ്ങൾ തക്കാളീൻ്റെ വലിപ്പം നോക്കലൊക്കെ ഭയങ്കര കൗതുകം നിറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അവരെ സംബന്ധിച്ചുള്ളത്. എന്നെയും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ബാത്റൂമിലേക്ക് മേല് കഴുകാനാണ് കേട്ടോ പോവുക. രണ്ടാളും കയറിപ്പോവും. ഞാൻ വിചാരിക്കാറുണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് മേല് കഴുകുക എന്ന് പറയുന്നത് ഭയങ്കര മടിയാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അവർ ഈ മേല് കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ വെള്ളത്തിൽ കളിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ ആദ്യം നോക്കുക അവരുടെ ബുക്കും കാര്യങ്ങളും ഒക്കെയാണ്. ഇന്ന് എന്തൊക്കെയാണ് എടുത്തത് കാര്യങ്ങളൊക്കെ നോക്കും. അതിൽ മെയിനായിട്ട് ഞാൻ നോക്കുക ബോക്സാണ് കണ്ടോ. പെൻസിലും റബ്ബറും ഒന്നും അതിൻ്റെ അകത്തില്ല. കാരണം ഓരോ ദിവസം പുതിയത് കൊണ്ട് ഓരോ ദിവസം സ്കൂളിൽ കൊണ്ട് കളഞ്ഞിട്ടാണ് വരിക. പിന്നെ ഞാൻ കിറ്റാണ് നോക്കുക. കാരണം ലഞ്ച് ബോക്സ് ഫിനിഷ് ചെയ്തിട്ടുണ്ടോ, സ്നാക്സ് ബോക്സ് ഫിനിഷ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. ഞാൻ അവിടെ വേസ്റ്റ് ഒരിക്കലും അവിടെ കളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കളഞ്ഞു എനിക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ അവരെത്ര കഴിച്ചു എന്നുള്ളത് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞതാണ് അവിടെ ഒരിക്കലും വേസ്റ്റ് ബിന്നിൽ കളയരുത് എന്നുള്ളത്. അങ്ങനെ ലഞ്ച് സ്നാക്സും ഒക്കെ ഫിനിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലൊരു സമാധാനമാണ്. പിന്നെ കാടാമ്പുഴയിൽ കൊണ്ടുവന്ന് നല്ല പായസം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് പിന്നെ ഞങ്ങളുടേതായ ഒരു എൻജോയ്മെൻറ്റിലേക്ക് പോകട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഈ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ.